കേരളത്തിലെ കോൺഗ്രസിൽ മാത്രമല്ല ഹൈക്കമാൻഡും സജീവ ചർച്ചയിലാണ്. കേരളത്തിൽ ആരുടെ കസേരയാണ് ഒന്ന് മാറ്റിപ്പിടിക്കേണ്ടത് എന്നും. കെ സുധാകരൻ്റെ കസേര മാറ്റണോ, അതല്ല വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ കസേര മാറ്റണോ? ഈ ചോദ്യമാണ് കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറുന്നത്. ഹൈക്കമാൻഡ് തലപുകഞ്ഞ് ആലോചിക്കുകയും ചെയ്തത്. കെ സുധാകരനെ മാറ്റാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വി ഡി സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു. അതിപ്പോഴല്ല, നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത്തരം ചർച്ചകൾ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിച്ചത്. കണ്ണൂരിൽ നിന്ന് ജയിച്ച് ദില്ലിയിലേക്ക് പോയാൽ അത് പറഞ്ഞ് അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാം എന്നായിരുന്നു വി ഡി സതീശൻ വിഭാഗത്തിൻ്റെ കണക്കുകൂട്ടൽ. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. കണ്ണൂരിൽ മത്സരിപ്പിച്ച് ആക്ടിംഗ് പ്രസിഡന്റായി MM ഹസനെ കൊണ്ടുവന്നത് അതിനു വേണ്ടിയിട്ടായിരുന്നു. അത് കൃത്യമായും വ്യക്തമാക്കുന്നതായിരുന്നു പിന്നീട് കോൺഗ്രസിൽ നടന്ന സംഭവങ്ങൾ. വോട്ടെടുപ്പ് കഴിഞ്ഞു. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ KPCC പ്രസിഡന്റ് സ്ഥാനം തിരിച്ച് സ്വാഭാവികമായും കെ സുധാകരന് ലഭിക്കേണ്ടതാണ്. ആ ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. എന്നാൽ കാത്തിരിക്കാൻ ഹൈക്കമാൻഡ് പറയുന്നു. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പല്ല, റിസൾട്ട് വരെ കാത്തിരിക്കണം. റിസൾട്ട് കഴിഞ്ഞിട്ടാകാം മറ്റ് തീരുമാനം എന്നാണ് വി ഡി സതീശന് വേണ്ടി ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ KC വേണുഗോപാൽ കെ സുധാകരന് നൽകിയ നിർദ്ദേശം. പക്ഷേ വഴങ്ങാൻ തയ്യാറായില്ല. കെ സുധാകരന് അപകടം മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, KPCC പ്രസിഡന്റ് സ്ഥാനം തിരിച്ചു തന്നില്ലെങ്കിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും കേരളത്തിലെ കോൺഗ്രസിൽ, എനിക്ക് പലതും തുറന്നു പറയേണ്ടി വരും എന്നും. ഏതാണ് അവസരം? രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതേയുള്ളൂ. ഇനിയുണ്ട് വോട്ടെടുപ്പുകൾ ഘട്ടം ഘട്ടമായി. അതിനു മുമ്പ് കേരളത്തിലെ കോൺഗ്രസിൽ ഇത്തരമൊരു പൊട്ടിത്തെറിയും KPCC പ്രസിഡന്റ് തന്നെ രംഗത്ത് വരികയും ചെയ്താൽ ദേശീയ തലത്തിൽ BJP അത് വലിയ വാർത്തയാക്കി മാറ്റും. അത് വോട്ടെടുപ്പിനെ, നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പിനെ സാരമായി ബാധിക്കും. അതുകൊണ്ട് ഹൈക്കമാൻഡ് ഒന്ന് മാറ്റിപ്പിടിച്ചു. കെ സുധാകരൻ ചുമതല ഏറ്റെടുക്കട്ടെ എന്ന് തീരുമാനിച്ചു. കെ സുധാകരൻ എങ്ങനെയാണ് KPCC ഓഫീസിലേക്ക് വന്നത് എന്ന് ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹം മുദ്രാവാക്യം വിളികളോടെ, സ്വന്തം മണികളെ ഉപയോഗിച്ച് മുദ്രാവാക്യം വിളികളോടെ അദ്ദേഹം KPCC ഓഫീസിലെത്തി. KPCC ഓഫീസ് പിടിച്ചെടുത്തു എന്ന് പറയുന്ന തരത്തിലായിരുന്നു നീക്കങ്ങൾ. ആ കസേരയിൽ അദ്ദേഹം ഇരിക്കുന്ന ഒരു സീനുണ്ട്. ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത സീനാണ് അത് കണ്ടവർക്ക്. കാരണം അദ്ദേഹം വളരെ അവിടെ വന്നിരുന്ന് ഒന്ന് ചാരിയിരുന്ന് ഒന്ന് ദീർഘനിശ്വാസം വിടുന്ന ചിത്രം എന്ന് വെച്ചാൽ അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം ആ കസേര എന്നർത്ഥം. അതിൻ്റെ ഒരു ബഹിസ്ഫുരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ എല്ലാ ഭാവപ്രകടനങ്ങളും അദ്ദേഹത്തിൻ്റെ രീതികളും എന്നത് ആ ദൃശ്യങ്ങൾ കണ്ടവർക്ക് വ്യക്തമാകും. കണ്ട ഒരാൾ എന്ന നിലയിലാണ് പറയുന്നത്. അദ്ദേഹം അങ്ങനെ KPCC നേതൃത്വം വീണ്ടും തൻ്റെ കൈപ്പിടിയിലാക്കി. പക്ഷേ അടങ്ങിയിരുന്നില്ല. വി ഡി സതീശൻ വീണ്ടും നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഒത്തുതീർപ്പ് ആദ്യമുണ്ടായി. പിന്നീട് ആ ഒത്തുതീർപ്പ് തെറ്റുകയും ചെയ്തു. KPCCയെ തൻ്റെ കൈപ്പിടിയിലേക്ക് കൊണ്ടുവരണം, തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. അതാണ് വി ഡി സതീശൻ്റെ ആവശ്യം. കേരളത്തിലെ കോൺഗ്രസിനെ മൊത്തം സംഘടനാപരമായി തൻ്റെ കീഴിലേക്ക് കൊണ്ടുവരണം. പ്രതിപക്ഷ നേതൃസ്ഥാനവും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനവും ഒന്നിച്ചു വഹിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് കോൺഗ്രസിനെ നിയന്ത്രിക്കണം. അതിന് പറ്റിയ ഒരാളെ അവിടെ കൊണ്ടുവരണം. അതിന് പറ്റിയ ആളായിരുന്നു MM ഹസൻ. MM ഹസൻ അതിന് തയ്യാറുമായിരുന്നു. പക്ഷേ KPCC പ്രസിഡന്റായ കെ സുധാകരനെ ആർക്കും മനസ്സിലായിട്ടില്ല. അദ്ദേഹം അത് വെട്ടിമാറ്റുക തന്നെ ചെയ്തു. അതിനുശേഷം തുടങ്ങി ഏറ്റുമുട്ടൽ. അതിനുശേഷമാണ് വി ഡി സതീശൻ ഹൈക്കമാൻഡിനോട് പറഞ്ഞത് കെ സുധാകരനെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്. അപ്പോഴും ഹൈക്കമാൻഡ് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയുമായി മുന്നോട്ട് വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. കോൺക്ലേവിനകത്ത് കൃത്യമായും തീരുമാനമെടുത്തു എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടെന്ന്. അതിനൊരു മാർഗരേഖ തയ്യാറാക്കി. ആ മാർഗരേഖ തയ്യാറാക്കിയത് നടപ്പാക്കേണ്ടത് ആര്? KPCC ആണോ വി ഡി സതീശനാണോ? അവിടെയാണ് തർക്കം മുതിർന്നത്. ആ മാർഗരേഖയുടെ ഫലത്തിൽ KPCCയും അതോടൊപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസിനെയും പിടിക്കാം എന്നായിരുന്നു വി ഡി സതീശൻ്റെ ആലോചന. അതിനുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തു. അതാണ് തമ്മിലടിയിലേക്ക് നീങ്ങിയത്. ഇനി യാതൊരു രക്ഷയുമില്ല. കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുകയും പകരം വി ഡി സതീശനെയും കൂടി സ്വീകാരനായ ഒരാളെ അവിടെ കൊണ്ടുവരികയും ചെയ്യുക എന്നതല്ലാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കൃത്യമായും വ്യക്തമാക്കി വി ഡി സതീശൻ ഹൈക്കമാൻഡിന് മുന്നിൽ. എന്ന് വെച്ചാൽ കെ സുധാകരനെ മാറ്റണം എന്ന്. അപ്പോൾ മറുഭാഗം മിണ്ടാതിരിക്കുമോ? മറുഭാഗം ചോദിച്ചു എന്തിനും മാറ്റണം. ന്യായമായ ചോദ്യമാണ്. KPCC പ്രസിഡന്റായി കെ സുധാകരൻ വന്നതിന് ശേഷം സംഘടനാപരമായി എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായോ? തെരഞ്ഞെടുപ്പുകളിൽ വമ്പിച്ച വിജയം നേടിയില്ലേ? എന്തൊക്കെയാണോ വി ഡി സതീശൻ്റെ ആർഗ്യുമെന്റ്, വാദം, ആ വാദമെല്ലാം ആർക്കും കൂടി ബാധകമാണ്? കെ സുധാകരനും കൂടി ബാധകമാണ്. കെ സുധാകരൻ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനും വന്നതിന് ശേഷമാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ
അതിൻ്റെ ക്രെഡിറ്റ് എങ്ങനെ, ആ ക്രെഡിറ്റ് മുഴുവൻ എങ്ങനെ വി ഡി സതീശനിലേക്ക് പോകും? ആ തർക്കമായിരുന്നല്ലോ പുതുപ്പള്ളി ഇലക്ഷൻ കഴിഞ്ഞ ശേഷം നടന്നത്. പുതുപ്പള്ളി ഇലക്ഷൻ കഴിഞ്ഞ ശേഷം വിജയിച്ച വാർത്ത പുറത്തു വന്നതിന് ശേഷം, വമ്പിച്ച വിജയം നേടിയതിനു ശേഷം വാർത്താ സമ്മേളനത്തിൽ രണ്ടുപേരും നേർക്കുനേർ ഏറ്റുമുട്ടിയത് നാം കണ്ടതല്ലേ. എന്ന് വെച്ചാൽ ആർക്കാണ് ക്രെഡിറ്റ് എന്നതാണ്. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ കെ സുധാകരൻ ഒരു ക്രെഡിറ്റും ഇല്ലേ? എല്ലാം വി ഡി സതീശന്റെ ക്രെഡിറ്റ് ആണോ? ഈ ചോദ്യമാണ് ഉയർന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും വി ഡി സതീശന്റെ ആവശ്യം അംഗീകരിച്ചാൽ തീർച്ചയായും മറ്റൊരു ആവശ്യവും കൂടി അംഗീകരിക്കേണ്ടി വരും. പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനെയും മാറ്റണം എന്ന്. ആ കസേര നോക്കി ഒരാൾ ഇരിപ്പുണ്ട് ഇപ്പുറത്ത്. അത് മറ്റാരുമല്ല, രമേശ് ചെന്നിത്തലയാണ്. എപ്പോഴും ആ കസേരയിലേക്കാണ് അദ്ദേഹത്തിന്റെ നോട്ടം. അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന്റെ നോട്ടം. കപ്പിനും ചുണ്ടിനും ഇടയിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടതാണ് രമേശ് ചെന്നിത്തലയ്ക്ക്. എങ്ങനെയെങ്കിലും ആ സ്ഥാനത്തേക്ക് വരണമെന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ട്. അതിനുള്ള കരുതീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹമാണ് കെ സുധാകരന് എല്ലാ പിന്തുണയും നൽകുന്നത്. അപ്പോൾ ഈ ഏറ്റുമുട്ടൽ രണ്ടുപേരുടെയും കസേര തെറിച്ചുകൊണ്ടാണോ തീരുക? അതല്ല ഏതെങ്കിലും ഒരാളുടെ കസേര തെറിച്ചുകൊണ്ടാണോ? ഒരാളുടെ കസേര തെറിക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ അത് വലിയ പ്രശ്നങ്ങൾക്കും പൊട്ടിത്തെറിക്കും ഇടയാക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, ഈ പ്രശ്നം പെട്ടെന്നൊന്നും പരിഹരിക്കാൻ കഴിയില്ല. തൽക്കാലം അതൊന്ന് മൂടി വെച്ചാലും അത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടി അതിങ്ങനെ ചീഞ്ഞളിഞ്ഞ് പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും എന്ന് കരുതേണ്ടതില്ല. കാരണം കേരളത്തിലെ കോൺഗ്രസ് രണ്ടായി മാറിയിരിക്കുന്നു, രണ്ട് വിഭാഗമായി മാറിയിരിക്കുന്നു. വി ഡി സതീശനെ പിന്തുണക്കുന്നവരാരൊക്കെ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. ആരുമില്ല. ഇതിനിടയിൽ എ ഗ്രൂപ്പ് മാറി നിന്ന് സുസൂക്ഷ്മം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അവർ രണ്ടു പക്ഷത്തും ചേരാതെ മാറി നിൽക്കുകയാണ്. തമ്മിലടിക്കട്ടെ, ആ അടിയിൽ കയറി വരാൻ കഴിയുമോ എന്ന നീക്കം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം വരും ദിവസങ്ങളിൽ അറിയും. ആര് ജയിക്കും, ആര് തോക്കും, ആരുടെ കസേരയാണ് തെറിക്കുക എന്ന്.